ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് വന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ട്, എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ അതിന് നിങ്ങളോട് യൂണിവേഴ്സിന് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ സ്പിരിച്വൽ ടീമിന് അതിനെക്കുറിച്ചിട്ട് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് നൽകാനുള്ളത്, ഉത്തരമാണ് നൽകാനുള്ളതെന്നാണ് ഇന്ന് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാക്ട്ലി എസ് ഓർ നോ അല്ല, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ആൻസറാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്താണ് കൺസേൺ ഉള്ളത്, അതിനെക്കുറിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ വ്യക്തത വരുത്തുക, ക്ലാരിറ്റി വരുത്തുക. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് വന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊരു പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് ഒരു പേപ്പറിൽ എഴുതാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നന്നായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു എനർജിയോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഒരു പൈൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രാവശ്യം പിക്ചേഴ്സാണ് എടുത്തു വച്ചേക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പിക്ചർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗ് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതുക. മനസ്സിൽ നന്നായിട്ട് ആ ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് നിങ്ങൾ വിചാരിക്കുക. അതിനുശേഷം പൈൽ സെലക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ എന്താണ്. ഇത് വന്നിട്ട് കറക്റ്റ് എസ് ഓർ നോ വരണം എന്നില്ല. ചിലപ്പോൾ കുറച്ച് പേർക്ക് ഗൈഡൻസ് ആയിരിക്കാം ലഭിക്കുന്നുണ്ടാകുക. അപ്പോൾ കുറച്ച് പേഷ്യൻസോടു കൂടി നിങ്ങൾ ഈ റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പൈൽ നമ്പർ 1. താങ്ക് യു. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഓക്കെ, ബാക്കിൽ വന്നിട്ട് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. ഓക്കെ, കുറച്ച് പേരോട് ഇവിടെ ഒരു പുതിയ ഡയറക്ഷൻ, പുതിയൊരു ചോയ്സ്, ഓക്കെ, പുതിയൊരു പാത്ത് ചൂസ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്തെങ്കിലും ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ അവസരം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി നിങ്ങളോട് സെലക്ട് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരോട് ഇവിടെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആണ് പറയുന്നത്. വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാകാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേരോട് ഇവിടെ റെഡി ആയിട്ടിരിക്കാനായിട്ടും പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ, ആ ഒരു ഡിവൈൻ നിങ്ങൾക്കൊരു പാത കാണിച്ചു തരുമ്പോൾ ആ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാൻ, ഒരു എന്താ പറയുക, ഒരു മെൻറ്റാലിറ്റി, അതെല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ചേഞ്ചസ്, കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ, അതെല്ലാം പോസിബിൾ ആകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡിവൈൻ ടൈമിംഗ് നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോയ്സും ഇതിൽ ഇൻവോൾവ് ആയിട്ട് വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ മാത്രം ഡിസിഷൻ എടുക്കേണ്ട സിറ്റുവേഷൻ ആയിരിക്കത്തില്ല, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അവരുടെ ഫ്രീ വില്ലും ഇതിൽ വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചും കൂടെ ഫെയ്ത്തിൻ്റെ എനർജി കൊണ്ടുവരിക, കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗൈഡൻസ് എന്താ നോക്കാം. പൈൽ നമ്പർ 1. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ്. ഓക്കെ, ഇവിടെ നിങ്ങളോട് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നേടാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ട്, അത് ഹീൽ ചെയ്യണം. ബാക്കിൽ വന്നിട്ട് കണ്ടോ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട്.
കുറച്ച് പേർക്ക് പ്രൊഫഷണൽ ഹെൽപ്പ് സ്വീകരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകില്ല. ഓക്കെ, അഗെയിൻ കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ചിലപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം, എല്ലാവരിൽ നിന്നിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറിന് വേണ്ടിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടാകാം. അതുകൊണ്ടിട്ടും കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഡിലേ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, പുതിയൊരു ചോയ്സ്, പുതിയൊരു പാത, ഓക്കെ, അത് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം. അത് നിങ്ങളുടെ ലൈഫിൽ വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ, ഓക്കെ, ഒത്തിരി ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. താങ്ക് യു. താങ്ക് യു. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി, 3 ഓഫ് കപ്സ്. അഗെയിൻ ഇവിടെ എന്താ പറയുക, ഒത്തിരി പേരുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു എന്താ പറയുക, ഒരു എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻ ഇവിടെ എന്താ പറയുക ഫോക്കസിൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇവിടെ ഒത്തിരി പേര് ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ ഒരു ബാലൻസ്, അവിടെ ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഹീൽ ചെയ്യാനായിട്ടുണ്ടാകാം, ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ടാകാം. ഓക്കെ, അതിലും കുറച്ച് പേരോട് വർക്ക് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ, വീട്, എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നിങ്ങൾ മേടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ അവിടെയും മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഒരു പാത്ത് ചൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഓക്കെ, പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം. അത് ഒത്തിരി പ്രോസ്പെറിറ്റി, ഒത്തിരി അബണ്ടൻസ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 1. ഓ, നിങ്ങൾക്ക് ഒത്തിരി കാർഡ്സ് വന്നു. ബാക്കിൽ കണ്ടോ സക്സസ്. നിങ്ങൾ എന്തോ കാര്യം ലെറ്റ് ഗോ ചെയ്യാനായിട്ടുണ്ട്, ഹീൽ ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ, ആ ഒരു സൈക്കിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഡിവൈൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത്, ലെറ്റ് ഗോ ചെയ്യേണ്ടത്, കോംപ്രമൈസ് ചെയ്യേണ്ടത്, ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടത്, അതിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കാർഡിലും വന്നിട്ട് ഈ ഒരു പെൺകുട്ടി ഈ ഒരു മണി ബാഗ് ഹൃദയത്തിൻ്റെ അടുത്തോട്ട് ചേർത്ത് വെച്ചേക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള എന്തോ കാര്യം നിങ്ങൾ വിട്ടുകൊടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഒരു താല്പര്യമില്ലാത്ത രീതിയിലിരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. നമ്പർ 1, ഐ ആം വർത്ത് ലവിങ്. ഓക്കെ, ഇവിടെയും വന്നിട്ട് വ്യക്തിബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് ആണ് കാണിക്കുന്നത്. I do not have to earn love. I am lovable because I exist. Others reflect the love I have for myself.
ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ തന്നെ ഉള്ളിലെ എന്തെങ്കിലും സെൽഫ് വർത്ത് ഇഷ്യൂസ് ഉണ്ടാകാം. നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ലാക്ക് ഉള്ളതായിട്ട്, കുറവുള്ളതായിട്ട്, ഓക്കെ, സ്റ്റക്കായിട്ട് കുറച്ച് പേർക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ ഫ്ലവർ കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചും കൂടെ കോംപ്രമൈസിൻ്റെ എനർജി, കുറച്ചും കൂടെ സ്നേഹത്തിൻ്റെ എനർജി, ഓക്കെ, വിട്ടുകൊടുക്കുന്ന എനർജി, അതിലോട്ട് ടാപ്പിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഇവിടെ കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടെ നിങ്ങൾ കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ ടോൺ, നിങ്ങൾ പറയുന്ന രീതി, അവിടെ കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ കുറച്ച് പേരോട് ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറയുന്നുണ്ട്. ഇത് കുറച്ച് പേർക്ക് നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും കുറിച്ചിട്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ മാറ്റം വരുത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒത്തിരി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരോട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിടിച്ചു വാങ്ങാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവിടെയും ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതേഴ്സ് റിഫ്ലക്ട് ദ ലവ് ഐ ഹാവ് ഫോർ മൈസെൽഫ്. നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചു കഴിയുമ്പോൾ ആ ഒരു എനർജി റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അങ്ങനെ അല്ലാത്ത എനർജീസ് നിങ്ങളിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. കാരണം നിങ്ങളുടെ വൈബ്രേഷൻ എനർജിയായിട്ട് മാച്ച് ചെയ്യാത്ത എനർജി ആയിരിക്കാം അത്. ഓക്കെ, അപ്പോൾ ഐ ആം വർത്ത് ലവിങ്. അപ്പോൾ ഇത്രയാണ് പൈൽ 1 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങൾ ക്വസ്റ്റ്യനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ആൻസർ എന്താണ്. ഇത് വന്നിട്ട് എക്സാക്റ്റ് എസ് ഓർ നോ ആയിരിക്കത്തില്ല. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം ആൻസർ നിങ്ങളുടെ സ്പിരിച്വൽ ടീം നൽകാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്ത് ആൻസറാണ് പൈൽ നമ്പർ 2-നുള്ളത്? താങ്ക് യു, താങ്ക് യു. ടേക്ക് ആക്ഷൻ. യെസ്, ബ്യൂട്ടിഫുൾ, കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ നിങ്ങൾ എന്താണോ ചോദിച്ചത് അതിന് വേണ്ടിയിട്ട് ആക്ഷൻസ് എടുക്കാനായിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾ റെഡിയാണ്. ഓക്കെ, എസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് സൈനായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, മെസ്സേജസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് റിസീവ് ആയിട്ടുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താ നോക്കാം. റിക്കവറി. ഓക്കെ, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഇവിടെ വന്നിട്ട് കുറച്ച് പേർക്ക് ഹീലിംഗ് ആണ്. ഓക്കെ, കുറച്ച് പേര് ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചതെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡോക്ടറിനെ ചൂസ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് എടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ ആക്ഷൻസ് എടുക്കാനായിട്ട് കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ മെയിനായിട്ട് വന്നിട്ട് മറ്റുള്ളവരെന്താണ് പറയുന്നത്, മറ്റുള്ളവരെന്താണ് ചെയ്യുന്നത്, അതിൽ നിന്നും മാറിയിട്ട്
നിങ്ങളുടെ ഗട്ട് ഫീലിംഗ്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് പറയുന്നത്. കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് വരുന്നതാണ്. എസിലോട്ട് മാറാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ ടാരോട്ട് കാർഡ്സ് എടുത്തിട്ട് നോക്കാം. ഇവിടെ എന്ത് ആക്ഷനാണ് എടുക്കാനായിട്ട് പറയുന്നത് നോക്കാം. ഓക്കെ, ക്ലാരിഫൈ ചെയ്യാം. ഫോർ ഓഫ് വോൺസിൻ്റെ എനർജി. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്, ബാലൻസ്, ഹോം, ഫാമിലി, അതിൻ്റെയൊക്കെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മാരേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഫാമിലി, ഹോം, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഹാപ്പിനെസ്, സന്തോഷം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ബാക്കിൽ വന്നിട്ട് കണ്ടോ 9 ഓഫ് സോഡ്സിൻ്റെ എനർജി. അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി എന്താ പറയുക സ്റ്റക്ക് എനർജി കാണാൻ സാധിക്കുന്നുണ്ട്, ഒത്തിരി നെഗറ്റീവ് എനർജീസ്. ഓക്കെ, അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, നീക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടും കുറച്ച് പേരോട് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. 6 ഓഫ് പെൻറ്റക്കിൾസ് ഒരു ഈക്വൽ ഷെയറിങ്ങിൻ്റെ എനർജിയാണ്, ബാലൻസിൻ്റെ എനർജിയാണ്. ബാക്കിൽ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഇതിൽ നമുക്ക് 3 ഓഫ് സോഡ്സിൻ്റെ എനർജിയും കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ മാനസികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പാസ്റ്റിൽ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പേർക്ക് ഇത് മണി ഫിനാൻസ് ആയിട്ടായിരിക്കാം. അതായത് നിങ്ങൾ കൊടുത്ത മണി ചിലപ്പോൾ കുറച്ച് പേർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടി കാണത്തില്ല. അവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒത്തിരി വിഷമങ്ങൾ, ഒത്തിരി ബാക്ക് സ്റ്റാബിങ്ങിൻ്റെ എനർജി പാസ്റ്റിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകാം. അവിടെ നിന്നെല്ലാം നിങ്ങൾക്ക് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ന്യൂ എനർജി, ഓക്കെ, ഒരു ഏസ് ഓഫ് പെൻറ്റക്കിൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു എനർജിയിൽ നിന്നിട്ട് റിക്കവർ ആകാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നടന്ന പല കാര്യങ്ങളും, പല സംഭവങ്ങളും നിങ്ങളുടെ എനർജിയിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ കൊടുക്കുന്ന മണി റിട്ടേൺ ആയിട്ട് വരുന്നുണ്ടോ, നിങ്ങൾ കൊടുക്കുന്ന എനർജി, റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എഫേർട്ട് നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് തിരിച്ചു നൽകുന്നുണ്ടോ. ഓക്കെ, അതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ കെയർഫുള്ളാകുന്നതായിട്ടും ഇനി ഈ മുന്നോട്ടുള്ള സമയങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് വന്നിട്ട് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഓക്കെ, അവിടെ കൂടുതലായിട്ട് എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനി മുന്നോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് അവരും എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എനിക്കെന്താണ് എൻ്റെ ലൈഫിൽ വേണ്ടത്, എനിക്കെന്താണ് ഹാപ്പിനെസ് കൊണ്ടുതരുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഡാൻസ് ആയിരിക്കാം, സിംഗിങ് ആയിരിക്കാം, യോഗ ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാകാം. ഓക്കെ, അതിനെല്ലാം വേണ്ടിയിട്ട് കുറച്ച് പേരിവിടെ ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരുടെ ക്വസ്റ്റ്യൻ എസിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്, പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്, ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താ നോക്കുക. താങ്ക് യു. ഫയൽ നമ്പർ 2 ഇൻഫർമേഷൻ എന്താണ്? All my relationships are harmonious. Okay. When we create harmony in our minds and hearts, we will find it in our lives. The inner creates the outer always. Okay. ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്സ്, ഓക്കെ, വ്യക്തിബന്ധങ്ങൾ, അത് കുറച്ചും കൂടെ ഒരു ഹാർമണിയിലോട്ട് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. കാരണം നമ്മളുടെ മനസ്സിൽ നമ്മൾ
ഒരു ബാലൻസിൽ ഇരിക്കുന്ന സമയത്ത്, നമ്മളുടെ മനസ്സ് ഒരു ബാലൻസിൽ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റുമുള്ള എനർജീസും കുറച്ചും കൂടെ ബാലൻസിലോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ദ ഇന്നർ ക്രിയേറ്റ്സ് ദ ഔട്ടർ. നമ്മളെങ്ങനെയാണോ, നമ്മളുടെ എനർജി എങ്ങനെയാണോ അതാണ് നമുക്ക് ചുറ്റും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടെ എൻജോയ് ചെയ്യുക, കുറച്ചും കൂടെ സെൽഫ് കെയർ റുട്ടീനിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയും ചുറ്റുമുള്ള എനർജിയിലും നിങ്ങൾക്ക് ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട്, സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചേഞ്ച് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിൽ നിന്നിട്ടാണ്. ഓക്കെ, നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങളെ എടുക്കുന്നത്, അതാണ് നമ്മളുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ഇന്നർ ക്രിയേറ്റ്സ് ദ ഔട്ടർ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ 2 ചൂസ് ചെയ്തവർക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 3, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ആൻസർ എന്താണെന്ന്. അപ്പോൾ ഇത് വന്നിട്ട് എക്സാക്റ്റ് ആയിട്ടുള്ള യെസ് ഓർ നോ ആയിരിക്കത്തില്ല, കുറച്ച് പേർക്ക് ഗൈഡൻസിൻ്റെ രൂപത്തിലായിരിക്കാം ആൻസേഴ്സ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 3 ആൻസർ എന്താണ്? താങ്ക് യു. താങ്ക് യു. Thank you. A year from now. ഇവിടെ കുറച്ച് പേർക്കൊരു വെയിറ്റിംഗ് പീരീഡ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു വർഷത്തിന് ശേഷം എന്നാണ് ഇവിടെ പറയുന്നത്. ഡോണ്ട് സ്റ്റോപ്പ്. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്താതിരിക്കുക, കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ആവശ്യത്തിന് റെസ്റ്റ് ആൻഡ് റിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ആ എഫേർട്ടെല്ലാം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ച് പേർക്ക് കരിയറിലായിരിക്കാം. കരിയർ ആണെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക, നിങ്ങളെ കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂടുതൽ നോളേജ് നേടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാകുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Thank you. Recovery. No need to worry. ഓക്കെ, ഇവിടെ നിങ്ങളോട് എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറയുന്നത്, നിങ്ങളുടെ എഫേർട്ട് ഒരു വർഷത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, നിങ്ങൾ എന്തൊക്കെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം ഉയർന്നു വരാനായിട്ട്, തിരിച്ചു വരാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ലഭിക്കുന്നതാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നോ നീഡ് ടു വറി. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് വന്നിട്ട് ഇത് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അവിടെയും കുറച്ചും കൂടെ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഫോർഗീവ്നെസ്സിൻ്റെ എനർജിയിലൊക്കെ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. King of Swords, Seven of Cups. Okay,
ഇവിടെ ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട്. എഗെയിൻ ഇവിടെ നിങ്ങളുടെ ഇമോഷണൽ സ്റ്റേറ്റിലൊരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ബാക്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അവിടെയും നിങ്ങൾക്ക് ഒത്തിരി ഹീലിംഗ് ലഭിക്കുന്നതാണ്, ഒത്തിരി ബാലൻസ് കൊണ്ടുവരാനായിട്ട് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട്, ബാലൻസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ വന്നിട്ട് റിലേഷൻഷിപ്പിലായിരിക്കാം. കുറച്ച് പേർക്ക് അവിടെ ഒരു ഹീലിംഗ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളെ ഓവറായിട്ട് ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അവിടെയെല്ലാം ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട്, നിങ്ങളുടെ വൈബ്രേഷനായിട്ട് മാച്ച് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്നിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ എനർജി വൈബ്രേഷൻ കൂട്ടുന്നതനുസരിച്ചിട്ട് അതായിട്ട് മാച്ച് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എനർജി ഫീൽഡിൽ നിന്നിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു എനർജി കൊണ്ടുവരുന്നതാണ്. കുറച്ച് പേർക്ക് അറ്റ് പ്രസൻറ്റ് നിങ്ങൾക്ക് പേഷ്യൻസിൻ്റെ കുറവുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താ പറയുക അപ്പോൾ സംഭവിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് ട്രിഗർ ആകുക, റിയാക്ഷൻ കൊടുക്കുക, ഓക്കെ, ലൗഡായിട്ട് പെരുമാറുക, ആ ഒരു എനർജീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിലും കുറേ കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്, ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും പേഷ്യൻസോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ട്രിഗർ ആകത്തില്ല. ഓക്കെ, കുറച്ചൊരു ടൈം കൊടുക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അഗെയിൻ ഒരു ഇമോഷണൽ ബാലൻസും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ സ്ട്രെങ്ത്ത് അതെല്ലാം മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പവർ കുറച്ച് പേര് മനസ്സിലാകാതെ പോയിട്ടുണ്ടാകാം. നിങ്ങളെന്താണ്, നിങ്ങളുടെ ശക്തി എവിടെയാണുള്ളത്, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് കുറച്ച് പേരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, കുറച്ച് പേര് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ലഭിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയർ ഫീൽഡിൽ ഉയരാനായിട്ട്, ഹയർ മാനേജ്മെൻറ്റ് ലെവലിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ആൻസർ വന്നിട്ട് എ ഇയർ ഫ്രം നൗ, ഒരു വർഷത്തിന് ശേഷം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ള അഫർമേഷൻ എന്താണെന്ന് നോക്കാം. താങ്ക് യു. Affirmation for pile number 3. Pile number 3. I accept my uniqueness. ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങളുടെ യുണീക്നെസ്, നിങ്ങളുടേതായ ഒരു കഴിവുകൾ, പൊട്ടൻഷ്യൽ അതെല്ലാം നിങ്ങളോട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സ്വീകരിക്കാനായിട്ടാണ് പറയുന്നത്. There is no competition and no comparison, for we are all different and meant to be that way. I am special and wonderful. I love myself. നിങ്ങൾക്ക് ഒത്തിരി അഫർമേഷൻസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് there is no competition and no comparison. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയുന്നത് ഹെൽത്തി കോമ്പറ്റീഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ എനർജീസ് ഉണ്ടെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എല്ലാവരും യുണീക്കാണ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് ടാലൻസ് ഉണ്ട്, കഴിവുകളുണ്ട്. ഓക്കെ, നമ്മളെപ്പോലെ തന്നെ എല്ലാവരും അല്ലേ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെൻറ്റാലിറ്റി, ചിന്താ രീതി, കഴിവുകൾ അതെല്ലാമാണുള്ളത്. അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യുണീക്കായിട്ടുള്ള കഴിവുകൾ നിങ്ങളോട് മനസ്സിലാക്കാനായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഐ ആം സ്പെഷ്യൽ ആൻഡ് വണ്ടർഫുൾ. നിങ്ങളെങ്ങനെയാണോ അത്
അക്സെപ്റ്റ് ചെയ്യുക, കാരണം നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. ഐ ലവ് മൈ സെൽഫ്. സെൽഫ് ലവിൻ്റെ എനർജിയിൽ ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഓവറായിട്ട് കോമ്പറ്റീഷൻ മെൻറ്റാലിറ്റി, കോമ്പറ്റീഷൻ നല്ലതാണ്, പക്ഷെ അതൊരു ഹെൽത്തി രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ ഒരു ബാലൻസ് കൊണ്ടുവരിക, നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളിൽ സെൽഫ് ലവ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, നിങ്ങളെയും മറ്റുള്ളവരെയും അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അവരുടെ ആ ഒരു യുണീക്നെസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകളും നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് സ്വീകരിക്കാനായിട്ട് റെഡിയാകുക. ഓക്കെ, ആ ഒരു എന്താ പറയുക, ഒരു ഗൈഡൻസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിഷമിക്കാതിരിക്കുക, നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട്, ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്, നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.